2026 തുടക്കത്തിൽ ലോകത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് പിടികൂടിയത്. എന്നാൽ ഇതിന് പിന്നാലെ ലോകം ഉറ്റുനോക്കുന്നത് തോക്കുകളിലേക്കല്ല, മറിച്ച് കറുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന എണ്ണയിലേക്കാണ്. ഈ സൈനിക നീക്കത്തിന് പിന്നിൽ വലിയൊരു ഓയിൽ പൊളിറ്റിക്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വെനസ്വേലയിലെ എണ്ണക്കിണറുകൾ ഇനി അമേരിക്കൻ കമ്പനികൾ വഴി പുനർനിർമ്മിക്കും എന്നാണ്. ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് വില കുറയുന്നത് ഇന്ത്യക്ക് ഗുണകരമാണ്. പരിശോധിക്കാം. വെനസ്വേലയുടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്റെ പ്ലാൻ വ്യക്തമാക്കി കഴിഞ്ഞു. കാരക്കാസിലെ പെട്രോളിയം വിഭവങ്ങളുടെ അധികാരം ഇനി അമേരിക്കയുടെ കൈകളിലായിരിക്കും എന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ അമേരിക്കൻ കമ്പനികൾ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനർത്ഥം വരും മാസങ്ങളിൽ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് വൻതോതിൽ വർദ്ധിക്കുമെന്നാണ്. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിങ്കളാഴ്ചത്തെ കണക്കനുസരിച്ച് ബ്രെന്റ് ക്രൂഡ് 0.21% ഇടിഞ്ഞ് $60.62, വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് WTI 0.35% ഇടിഞ്ഞ് $57.12 എത്തിയിരിക്കുകയാണ്. വിപണിയിൽ എണ്ണയുടെ അളവ് കൂടുമെന്ന ഭീതിയിലാണ് വില കുറയാൻ കാരണമായത്. എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് വില ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക്, അതായത് OPEC പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തലവേദനയുമാണ്. ഇനി നമുക്കറിയേണ്ടത് ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നാണ്. ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്നും സംശയമുണ്ട്. ശരിക്കും ഇന്ത്യക്ക് അത്ര തലവേദനയുള്ള കാര്യമല്ല ഇത്. സത്യത്തിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ അവസരമാണ് എന്ന് വേണം പറയാൻ. ഒന്നാമതായി, ആഗോള വിപണിയിൽ എണ്ണ വില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചിലവ് കുറയ്ക്കും. അടുത്തതായി, ഉപരോധങ്ങൾ കാരണം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് നേരത്തെ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കൻ നിയന്ത്രണത്തിൽ വെനസ്വേല മാറുന്നതോടെ ഇന്ത്യക്ക് വീണ്ടും അവിടെ നിന്ന് എണ്ണ സുഗമമായി വാങ്ങാൻ സാധിക്കും. ഇനി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കുറഞ്ഞ എണ്ണവില സഹായിക്കും. അതായത് പെട്രോൾ, ഡീസൽ വില കുറയാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിയുന്നുണ്ട്. എണ്ണവില കുറയുന്നത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും അങ്ങനെ രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും സഹായിക്കും. ഇത് സാധാരണക്കാരന്റെ പോക്കറ്റിന് ഗുണകരമാകും എന്നർത്ഥം. അതേസമയം ട്രംപിന്റെ ഈ നീക്കം റഷ്യയെയും ചൈനയെയും ഒതുക്കാനുള്ള തന്ത്രം കൂടിയാണ് എന്നും പറയണം. വെനസ്വേലയുടെ എണ്ണയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഉണ്ടായിരുന്ന സ്വാധീനം ഇനി ഇല്ലാതാകും. അമേരിക്കൻ കമ്പനികളായ ഷെവ്രോൺ, അതുപോലെ തന്നെ എക്സോൺ മൊബൈൽ എന്നിവരായിരിക്കും ഇനി വെനസ്വേലയിലെ പുതിയ രാജാക്കന്മാർ. എങ്കിലും എല്ലാം അത്ര സിമ്പിൾ അല്ല, എളുപ്പമല്ല എന്ന് വേണം പറയാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേലയുടെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കാൻ വർഷങ്ങളോളം സമയമെടുക്കും. അതുപോലെ ഏകദേശം $100 ബില്യൺ നിക്ഷേപവും ഇതിന് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് എണ്ണ ഒഴുകി തുടങ്ങില്ല. പക്ഷെ ട്രംപിന്റെ ഈ നീക്കം ആഗോള വിപണിയിൽ റഷ്യയെയും ചൈനയും സാമ്പത്തികമായി ഒതുക്കാനുള്ള വലിയൊരു സ്ട്രാറ്റജി കൂടിയാണ്. ചുരുക്കത്തിൽ വെനസ്വേലയിലെ ഭരണമാറ്റം ലോകത്തെ എണ്ണ ഭൂപടം മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ് എന്ന് വേണം പറയാൻ. വരും മാസങ്ങളിൽ പെട്രോൾ, ഡീസൽ വിലയിൽ വലിയൊരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ട്രംപിന് ഒരു വലിയ വിജയവും അതുപോലെ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഒരു ആശ്വാസ വാർത്തയും തന്നെയാണ്. വെനസ്വേലയിലെ എണ്ണ നമ്മുടെ വണ്ടികളിൽ എത്തുമ്പോൾ പെട്രോൾ വില 80 രൂപയ്ക്ക് താഴെയാകുമോ? ഇതിന്റെ ഉത്തരത്തിനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.